ബ്രഹ്മപുരം മാലിന്യ പ്ലാന്റിലെ തീപിടുത്തത്തിന്റെ പൂർണ്ണ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് കോർപ്പറേഷൻ മേയർ എം അനിൽകുമാർ രാജിവെക്കണമെന്ന് കോൺഗ്രസ് നേതാക്കൾ ആവശ്യപ്പെട്ടു. കൊച്ചി നഗരം വിഷപ്പുകയിൽ ശ്വാസം മുട്ടുമ്പോൾ യാതൊരു ഉത്തരവാദിത്വവും കാണിക്കാത്ത മേയർ സിപിഎം സംസ്ഥാന സെക്രട്ടറി നയിക്കുന്ന ജാഥയിൽ പങ്കെടുക്കുന്ന തിരക്കിലാണെന്നും കോൺഗ്രസ് നേതാക്കൾ ആരോപിച്ചു. ബ്രഹ്മപുരത്തെ തീയണയ്ക്കാൻ ഇതുവരെ ഭരണകൂടത്തിന് കഴിഞ്ഞില്ല. നഗരത്തിൽ ഇപ്പോൾ കത്തുന്നത് പ്ലാസ്റ്റിക് മാത്രമല്ല, ഇ വേസ്റ്റും ബയോ വേസ്റ്റുമുണ്ട്. വലിയ അഴിമതിയുടെ കഥയുടെ ചുരുളാണ് അഴിഞ്ഞു വീണിരിക്കുന്നതെന്നും ഇതിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് കൊച്ചി മേയർ എം അനിൽകുമാർ രാജിവെക്കണമെന്നും ഹൈബീഡൻ എം പി പറഞ്ഞു. പല സ്ഥലങ്ങളിലും പല ക്ലിനിക്കുകളിൽ നിന്നും ലബോറട്ടറികളിൽ നിന്നുമുള്ള ബയോ വേസ്റ്റും ഇ വേസ്റ്റ് പോലും ഈ ബ്രഹ്മപുരത്തെ കത്തിക്കൊണ്ടിരിക്കുന്ന മാലിന്യ കൂട്ടത്തിൽ ഉണ്ട് എന്ന് ഞങ്ങൾ മനസ്സിലാക്കിയാണ്. വലിയ കെടുകാര്യസ്ഥതയും അഴിമതിയുമാണ് ബ്രഹ്മപുരം മാലിന്യ സംസ്കരണം വഴി ഈ പ്രശ്നത്തിന് പരിഹാരം കാണാൻ ഈ ഭരണകൂടത്തിന് സാധിക്കാത്തത് കൊണ്ട്, ഭരണസമിതിക്ക് സാധിക്കാത്തത് കൊണ്ട് അതിൻ്റെ ധാർമ്മികമായ മുഴുവൻ ഉത്തരവാദിത്തം ഏറ്റെടുത്തുകൊണ്ട് മേയർ അഡ്വക്കേറ്റ് എം അനിൽകുമാർ തൽസ്ഥാനത്ത് നിന്ന് രാജിവെക്കണം. ബ്രഹ്മപുരത്തു നിന്നുള്ള വിഷപ്പുകയിൽ രാസമാലിന്യങ്ങൾ അന്തരീക്ഷത്തിൽ നിറയുമ്പോഴും ഇതിന്റെ ഗൗരവം മനസ്സിലാക്കാൻ ഭരണാധികാരികൾക്ക് കഴിയുന്നില്ല. 9 ലക്ഷത്തോളം ആളുകളെ വിഷപ്പുക ബാധിച്ചിരിക്കുകയാണെന്ന് കെ ബാബു MLA കുറ്റപ്പെടുത്തി. എല്ലാ സീമകളും ലംഘിച്ചിട്ടാണ് രാസമാലിന്യങ്ങൾ അന്തരീക്ഷത്തിൽ പടർന്നുകൊണ്ടിരിക്കുന്നത്. ആ സമയത്തും ഇതിൻ്റെ ഒരു ഗൗരവം ഗവൺമെൻറ് എത്രത്തോളം ഉൾക്കൊണ്ടു എന്നുള്ളതിനെക്കുറിച്ച് എനിക്ക് സംശയമുണ്ട്. കാരണം ഒരു സാധാരണ തീപിടുത്തം പോലെ കണക്കാക്കി കളക്ടറെ ചുമതലപ്പെടുത്തി എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അടിയന്തരമായി MLA ആവശ്യപ്പെട്ടു. മന്ത്രിമാരുടെ സാന്നിധ്യത്തിൽ ഉദ്യോഗസ്ഥന്മാർ കൊടുത്ത ഉറപ്പ് കഴിഞ്ഞ തിങ്കളാഴ്ച ബ്രഹ്മപുരത്തുണ്ടായ തീ പൂർണ്ണമായും അണയ്ക്കും, നിയന്ത്രണ വിധേയമാകുമെന്നുള്ളതാണ്. ഇത് ഇന്ന് ബുധനാഴ്ചയാണ്, ഇന്നും നിയന്ത്രണ വിധേയമായിട്ടില്ല. ഇന്നലെ രാത്രി 9:30 മണിക്ക് കത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയും 2-3 ദിവസം കഴിഞ്ഞാലും നിയന്ത്രണ വിധേയമാവില്ല. കാരണം ഈ ചവറ് കത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിനുള്ള നടപടി സ്വീകരിക്കുന്നതിന് യുദ്ധകാലാടിസ്ഥാനത്തിലുള്ള കാര്യങ്ങൾ ചെയ്യണം. ഇപ്പോഴും ബ്രഹ്മപുരത്ത് തീ കത്തിക്കൊണ്ടിരിക്കുകയാണ്. ഉദ്യോഗസ്ഥർക്ക് വേണ്ട സഹായങ്ങൾ ഒരുക്കി നൽകണമെന്നും ഉമാ തോമസ് MLA പറഞ്ഞു. ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥൻ ചോദിച്ചത് ഞങ്ങൾക്ക് നല്ലൊരു മാസ്ക് തരണമെന്നാണ്. അതുപോലും ഇന്ന് രാവിലെയും ഞാൻ അവിടെ പോയപ്പോൾ പലരും കയ്യിലിരിക്കുന്ന തുണിയെടുത്ത് മറച്ചു വെച്ചിരിക്കുകയാണ്. അതല്ലാതെ വൃത്തിയായിട്ടുള്ള ഒരു മാസ്ക് പോലും സപ്ലൈ ചെയ്യുവാൻ ഗവൺമെന്റിന്റെ തലത്തിൽ നിന്ന് സാധിച്ചിട്ടില്ല. തീപിടുത്തവുമായി ബന്ധപ്പെട്ട് കുറ്റകരമായ അനാസ്ഥ കാണിച്ച മേയർ രാജിവെച്ചില്ലെങ്കിൽ അതിശക്തമായ പ്രക്ഷോഭം സംഘടിപ്പിക്കുമെന്ന് DCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ് അറിയിച്ചു. കേരള വിഷൻ ന്യൂസ്, കൊച്ചി.